ശരി, ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 13ാമത്തെ ചോദ്യം മുതലാണ് ചെയ്യേണ്ടത്. 13ാമത്തെ ചോദ്യം മുതലാണ് ചെയ്യേണ്ടത്. 13ാമത്തെ ചോദ്യം എടുത്തൊന്ന് ചെയ്തേ. ഏത് ഉത്തരം കമന്റ് ചെയ്തേ? 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ആ 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം അല്ലേ? നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അതിന്റെ ആൻസർ ഏത് വരുവാടോ? അതിന്റെ ആൻസർ ഏത് വരും? അതിന്റെ ആൻസർ നമുക്ക് നോക്കാം പിള്ളേരെ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. ശരിയാണോ? ശരിയാണ്. ശിവരാമൻ കമ്മിറ്റി തന്നെയാണ് എന്ത് ശുപാർശ ചെയ്തത്? നബാർഡ് സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത് ശിവരാമൻ കമ്മിറ്റിയാണ് അല്ലേ? അടുത്ത്, കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്. ശരിയാണോ? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് ശരിയാണ്. അതുപോലെ നബാർഡിന്റെ ആസ്ഥാനം, അവിടെ മൈക്കോണാണ്, നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. ശരിയാണോ? നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്, അതും ശരിയാണ്. ഈ വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് ഏതാണെന്നറിയോ? വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് ഏതാ? ഷിബിനിയുടെ മോനോ? മുഹമ്മദ് ഫർസിൻ. ശരി, പറ. വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് ഏതാണ്? പറഞ്ഞേ, അറിയാന്നുള്ളത് പറഞ്ഞേ. വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് ആർക്കെങ്കിലും അറിയോ? വളരെ വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് IDBI ആണ് കേട്ടോ. IDBI കേട്ടോ, IDBI ആണ് കേട്ടോ. IDBI എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാവോടാ? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതാണ് IDBIയുടെ പൂർണ്ണരൂപം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതാണ് IDBIയുടെ പൂർണ്ണരൂപം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതാണ് IDBIയുടെ പൂർണ്ണരൂപം. ഈ IDBI ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടെന്ന് അറിയോ? IDBI ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടെന്ന് അറിയോ? IDBI ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1964 IDBI സ്ഥാപിക്കപ്പെട്ടത്. 1964 IDBI സ്ഥാപിക്കപ്പെട്ടത്. ഈ IDBIയുടെ ആസ്ഥാനം എവിടെയാണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? IDBIയുടെ ആസ്ഥാനം എവിടെയാണ് ഇവിടെ? IDBIയുടെ ആസ്ഥാനം ആർക്കെങ്കിലും പറയാമോ? IDBIയുടെ ആസ്ഥാനം മുംബൈയാണ്. IDBIയുടെ ആസ്ഥാനം മുംബൈയാണ്. IDBIയുടെ ആസ്ഥാനം മുംബൈയാണ് IDBIയുടെ ആസ്ഥാനം കേട്ടോ. ഓക്കെ, അപ്പോഴ് ഈ പറഞ്ഞ മുംബൈ ആസ്ഥാനം വരുന്ന സ്ഥാപനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഓർത്തോളാം പിള്ളേരെ. RBI, SBI, സെബി, നബാർഡ്, BCCI, LIC, ഇതിന്റെയൊക്കെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇതും പഠിക്കുക. IDBIയുടെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? മുംബൈയാണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് പഠിക്കുക. RBI, SBI, സെബി, നബാർഡ്, BCCI, LIC അല്ലേ? RBI, SBI, സെബി, നബാർഡ്, BCCI, LIC. RBI, SBI, സെബി, നബാർഡ്, BCCI, LIC ഇതിന്റെ എല്ലാം ആസ്ഥാനം വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഈ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ SCERTയിലുള്ള കുറച്ച് പോർഷൻസ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാൻ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, പിള്ളേരേതാ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ ഈ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയും. എന്താണ് ഈ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത്? സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പിള്ളേര്? സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് സ്ഥാപിക്കുന്ന ബാങ്കുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം സ്ഥാപിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, ആ പേരിൽ തന്നെ ഉണ്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. പക്ഷെ നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ആ പേര് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്ക് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അതായത് എക്സിം, ആ പേര് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും വേണ്ട. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടോ?
എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്ന് കേട്ട് കഴിഞ്ഞാല് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പകൾ നൽകുന്ന ഒരു ബാങ്കാണ് ഏത്? എക്സിം ബാങ്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ വേറൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു, അല്ലെ? എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് മേഖലകളിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു? കുട്ടികളെ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇനി പറഞ്ഞു, എക്സിം ബാങ്ക് ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? എക്സിം ബാങ്ക് ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? അറിയോ ആർക്കെങ്കിലും? എക്സിം ബാങ്ക് ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? എക്സിം ബാങ്ക് ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? എനിയോൺ? ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും? എക്സിം ബാങ്ക് സ്ഥാപിക്കപ്പെട്ടതും നബാർഡ് സ്ഥാപിക്കപ്പെട്ടതും ഒരേ വർഷം തന്നെയാണ്. ഇനി പറ. എക്സിം ബാങ്ക് സ്ഥാപിക്കപ്പെട്ടതും നബാർഡ് സ്ഥാപിക്കപ്പെട്ടതും ഒരേ വർഷം തന്നെയാണ്. 1982 1982ലാണ് എക്സിം ബാങ്ക് സ്ഥാപിക്കപ്പെട്ടത്. 1982 ജനുവരി 1-നാണ് കേട്ടോ. 1982 ജനുവരി 1-നാണ് എക്സിം ബാങ്ക് എന്ത് ചെയ്ത് സ്ഥാപിക്കപ്പെട്ടത്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ തന്നെയാണ്. എക്സിം ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? മുംബൈ ആണ് കേട്ടോ. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, അതാണ് എക്സിം ബാങ്ക്. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഏത് ബാങ്കാണ്? എക്സിം ബാങ്ക് ആണ്. അടുത്തതാ, നിങ്ങൾ നേരത്തെ പറഞ്ഞ സിഡ്ബി. ഞാൻ നേരത്തെ വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് ചോദിച്ചപ്പോൾ നിങ്ങൾ IDBI പറഞ്ഞത്. IDB ആണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ സിഡ്ബി ആണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ അതിന്റെ ആൻസർ IDBI ആയിരുന്നു. ഈ സിഡ്ബിയും IDBയും തമ്മിൽ ബന്ധമുണ്ട്. കാരണം IDBയുടെ കീഴിലാണ് സിഡ്ബി ആദ്യം സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ ഒരു സ്വതന്ത്ര ബാങ്കായി മാറുകയാണ് ചെയ്തത്. മനസ്സിലായ? IDBയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഹ ബാങ്ക് ആയിരുന്നു ഈ പറയുന്ന സിഡ്ബി എന്ന് പറയുന്നത്. എന്നാൽ നിലവിൽ സിഡ്ബി എന്താണ്ട ഒരു സ്വതന്ത്ര ബാങ്കാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് സിഡ്ബി എന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണരൂപം നിങ്ങൾ പഠിക്കുക. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതാണ് സിഡ്ബിയുടെ പൂർണ്ണരൂപം. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് എന്നതാണ് സിഡ്ബിയുടെ പൂർണ്ണരൂപം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി സിഡ്ബി ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? ആർക്ക് പറയാം? സിഡ്ബി ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? സിഡ്ബി സ്ഥാപിക്കപ്പെട്ടത് 1990-ലാണ്. 1990-ലാണ് സിഡ്ബി സ്ഥാപിക്കപ്പെട്ടത്. ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് സിഡ്ബി സ്ഥാപിക്കപ്പെട്ടത്. 1990 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് സിഡ്ബി സ്ഥാപിക്കപ്പെട്ടത്. സിഡ്ബിയുടെ ആസ്ഥാനം എവിടെയാണ്? സിഡ്ബിയുടെ ആസ്ഥാനം മുംബൈ ആണോ? സിഡ്ബിയുടെ ആസ്ഥാനം അല്ല. പ്രീവിയസ് ചോദ്യമാണ്. സിഡ്ബിയുടെ ആസ്ഥാനം ലക്നൌവിലാണ്. ലക്നൌവിലാണ് കേട്ടോ. ലക്നൌവിലാണ് സിഡ്ബിയുടെ ആസ്ഥാനം കേട്ടോ. ലക്നൌവിലാണ് സിഡ്ബിയുടെ ആസ്ഥാനം. ഓക്കെ, ലക്നൌ എവിടെയാ? ലക്നൌ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിന്റെ എന്താണ് ലക്നൌ? ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് അല്ലെ? ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ലക്നൌ എന്ന് പറയുന്നത് അല്ലെ? ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലാണ് ലക്നൌ എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തർപ്രദേശിന്റെ ട്രഡീഷണൽ ക്യാപിറ്റൽ ഏതാണ്? UPയുടെ ട്രഡീഷണൽ ക്യാപിറ്റൽ ഏതാണ്? സാംസ്കാരിക തലസ്ഥാനം. ഉത്തർപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കാൺപൂരിനെയാണ്. ഉത്തർപ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കാൺപൂരാണ്. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? പിള്ളേരെ? മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈ ആണെങ്കിലും മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം പൂനെയാണ്. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം പൂനെയാണ്. തമിഴ്നാടിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? കുട്ടികളെ? അത് മധുരയാണ്. തമിഴ്നാടിന്റെ സാംസ്കാരിക തലസ്ഥാനം മധുര. ഓക്കെ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ്? എറണാകുളമാണ്. കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം ഏതാണ്? പത്തനംതിട്ടയാണ്. കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ് കുട്ടികളെ? അത് പത്തനംതിട്ടയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ശരി. അപ്പൊ ഈ ലക്നൌ ഏത് നദീതീരത്താ ലക്നൌ? അത് നമുക്ക് ചോദിക്കുന്നതാ. ലക്നൌ ഏത് നദീതീരത്താണ്? നമുക്ക് ഈ റീസെന്റ് ആയിട്ട് എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലക്നൌ ഏത് നദീതീരത്താണ്?
ലക്നൗ ഗോമതി നദീതീരത്താണ് കേട്ടോ. ഗോമതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ലക്നൗ എന്ന് പറയുന്നത്. ഗോമതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഏത് കുട്ടികളെ? ലക്നൗ. ഗോമതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ലക്നൗ. ലക്നൌവിലാണ് 1990 ഏപ്രിൽ 2 സ്ഥാപിക്കപ്പെട്ട സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സിഡ്ബി ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. സിഡ്ബി ബാങ്ക് IDBI ബാങ്കിന്റെ കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടതെങ്കിലും ഇപ്പോഴത് സ്വതന്ത്ര ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പൊ ആ പേര് പറയും കണക്ക് തന്നെയാണ് എന്റെ പ്രവർത്തനം. നമ്മൾ എക്സിം ബാങ്ക് പറഞ്ഞു എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നിവയാണ്. എന്നാൽ ഈ സിഡ്ബി ചെയ്യുന്നത് പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. അതായത് ചെറുകിട വ്യവസായങ്ങൾ അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസ് തുടങ്ങാനും അതുപോലെ തന്നെ അത് ആധുനികവൽക്കരിക്കാനും എന്ത് ചെയ്യുന്ന സഹായം നൽകുന്നു. ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് കേട്ടോണെ. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ലക്ഷ്യം. നമ്മൾ ഇത് ഗ്രാമീണ വ്യവസായം എന്ന് കേട്ട ഉടനെ നിങ്ങൾ കൊണ്ട് നബാർഡിന്റെ മണ്ടയെ കൊണ്ട് വെക്കരുത്. മനസ്സിലായ? ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുക എന്ന ലക്ഷ്യമുള്ളത് സിഡ്ബിക്കാണ്. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുക എന്ന ലക്ഷ്യമുള്ളത് ഏതാണ് കുട്ടികളെ? അത് സിഡ്ബിക്കാണ് കേട്ടോ. സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? സിഡ്ബി മനസ്സിലായല്ലോ? സിഡ്ബി 1990 ഏപ്രിൽ 2 ലക്നൌവിൽ സ്ഥാപിക്കപ്പെട്ടു. പൂർണ്ണരൂപം സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. പിന്നെ ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുക എന്നതാണ് ലക്ഷ്യം. ഓക്കെ, അടുത്ത് നബാർഡിന്റെ പൂർണ്ണരൂപം പഠിക്കുക. നബാർഡിന്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നതാണ് നബാർഡിന്റെ പൂർണ്ണരൂപം. അല്ലെ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നതാണ് നബാർഡിന്റെ പൂർണ്ണരൂപം. നമുക്കിപ്പോ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പൂർണ്ണരൂപം അല്ലെങ്കിൽ ഒരു ചോദ്യമുണ്ട്. IBRD എന്നത്. IBRD, വാട്ട് ഈസ് IBRD? എന്താണ് IBRD? എന്താണ് IBRD? നമുക്ക് ഇപ്പം റീസെന്റ് ആയിട്ടൊക്കെ ചോദ്യം വന്നത് തന്നെയാണ് IBRD. എന്താണ് IBRD? വാട്ട് ഈസ് IBRD? IBRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ബാങ്ക് ആണ് കേട്ടോ. ലോക ബാങ്കിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് IBRD എന്ന് പറയുന്നത്. ലോക ബാങ്കിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് IBRD എന്ന് കേട്ടോ. ലോക ബാങ്കിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് IBRD. ഇങ്ങനെ ചോദ്യം കണ്ടിട്ടില്ലേ? IBRD എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? അല്ലെങ്കിൽ ലോക ബാങ്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഇതെല്ലാം ആൻസർ IBRD ആണ്. ഓക്കെ, IBRD ആണ്. ഈ IBRDയുടെ ഫുൾ ഫോം എന്താണ്? IBRDയുടെ ഫുൾ ഫോം എന്താണ്? പൂർണ്ണരൂപം എന്താണ് IBRDയുടെ? ആർക്ക് പറയാം? IBRDയുടെ പൂർണ്ണരൂപം എന്താണ്? IBRDയുടെ പൂർണ്ണരൂപം റൂറൽ ഡെവലപ്മെന്റ് തെറ്റാണ്. നിങ്ങൾക്ക് ഈ ചോദ്യം എപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടോ ഈ റൂറൽ ഡെവലപ്മെന്റ് ഓപ്ഷൻ ഇട്ടിട്ട് പിള്ളേരെ പറ്റിക്കാറുണ്ട്. IBRDയുടെ പൂർണ്ണരൂപം ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് IBRDയുടെ പൂർണ്ണരൂപം. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് IBRDയുടെ പൂർണ്ണരൂപം. നിങ്ങൾ RD കണ്ടെന്നും പറഞ്ഞിട്ട് അതിന്റെ പിറകെ ഓടരുത്. RD എല്ലാം വരുന്നത് റൂറൽ ഡെവലപ്മെന്റ് അല്ല, അത് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റും വരും. ഓക്കെ അല്ലേ? അത് IBRDയുടെ കാര്യത്തിലാണ്. IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. പിന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും IMF എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ IMF എന്താ? വാട്ട് ഈസ് IMF? IMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര നാണയനിധി. അന്താരാഷ്ട്ര നാണയനിധിയിൽ IMF എന്ന് പറയുന്നത് എന്താണ് പിള്ളേരെ? അന്താരാഷ്ട്ര നാണയനിധിയാണ് IMF എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ അതിന്റെ പൂർണ്ണരൂപം പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നതാണ് എന്റെ പൂർണ്ണരൂപം പറയുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നാണ് എന്റെ പൂർണ്ണരൂപം വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓർത്തിരിക്കുക. രണ്ടിന്റെ ആസ്ഥാനം നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡിഗ്രി പ്രിലിംസ് അല്ല, നമ്മുടെ ഇതിന് LSE സെക്രട്ടറിക്ക് വാഷിംഗ്ടൺ DC ആണ് കേട്ടോ. വാഷിംഗ്ടൺ DC-യിലാണ് രണ്ടിന്റെയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വാഷിംഗ്ടൺ DC-യിലാണ് രണ്ടിന്റെയും ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നു അല്ലെ? ബ്രിട്ടൻ വുഡ് ടിൻസ് എന്നറിയപ്പെടുന്നത്. അതായത് 1944 ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിന്റെ ഫലമായിട്ടാണ് ഈ ലോക ബാങ്കും അതുപോലെ അന്താരാഷ്ട്ര നാണയനിധിയും രൂപം കൊണ്ടത്. IMF-ഉം IBRD-യും രൂപം കൊണ്ടത്. അതുകൊണ്ടാണ് ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്ന് ഇതിനെ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, ഓക്കെ. ഇനി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കോ പിള്ളേരെ. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഏത് വർഷമാണ് നബാർഡ് ആക്ട് പ്രകാരം രൂപം കൊണ്ടിട്ടുള്ള ഒരു ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്.
നബാർഡ് ആക്ട് പ്രകാരം രൂപം കൊണ്ടിട്ടുള്ള ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. ഏത് വർഷമാണ് നബാർഡ് ആക്ട്? ഏത് വർഷമാണ് വളരെ? നബാർഡ് ആക്ട് ഏത് വർഷമാണ്? നബാർഡ് ആക്ട് 82 അല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബാർഡ് ആക്ട് 81-ലാണ്. ആലോചിച്ച് പറ. 1981-ലാണ് നബാർഡ് ആക്ട്. 1981-ലാണ് നബാർഡ് ആക്ട്. 1981-ലെ നബാർഡ് ആക്ട് പ്രകാരം 1981-ലെ നബാർഡ് ആക്ട് പ്രകാരം നബാർഡ് ഫോം ചെയ്ത വർഷം, തീയതി പറ. നബാർഡ് ഫോം ചെയ്ത വർഷം, തീയതി 1982 ജൂലൈ 12. 1982 ജൂലൈ 12. 1982 ജൂലൈ 12-നാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? നബാർഡ് ഫോം ചെയ്തിട്ടുള്ളത്. 1982 ജൂലൈ 12-നാണ് നബാർഡ് ഫോം ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നബാർഡിന്റെ ആസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു. എവിടെയാണ് നബാർഡിന്റെ ആസ്ഥാനം വരുന്നത്? മുംബൈ. മുംബൈയിൽ തന്നെയാണ് നബാർഡിന്റെ ആസ്ഥാനം വരുന്നത്, അല്ലെ? മുംബൈയിൽ തന്നെയാണ് നബാർഡിന്റെ ആസ്ഥാനം വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. റിസർവ് ബാങ്ക് ഫോം ചെയ്തത് ഏതെങ്കിലും ആക്ട് പ്രകാരമാണോ? റിസർവ് ബാങ്ക് ഫോം ചെയ്തത് ഏതെങ്കിലും ആക്ട് പ്രകാരമാണോ? റിസർവ് ബാങ്ക് ഫോം ചെയ്തത്, RBI ഫോം ചെയ്തത് ഏത് ആക്ട് പ്രകാരം എന്ന് കേട്ട് കഴിഞ്ഞാൽ 1934-ലെ RBI ആക്ട് പ്രകാരമാണ്. 1934-ലെ RBI ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് എന്ത് ചെയ്തത്? ഫോം ചെയ്തത്. 1934-ലെ RBI ആക്ട് പ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949-ലാണ് കേട്ടോ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ്? 1949-ലാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. 1949-ലാണ് ഏത് കുട്ടികളെ? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. റിസർവ് ബാങ്ക് ആക്ട് 1934-ലാണ്. നബാർഡ് ആക്ട് 1981-ലും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949-ലാണെന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കുന്നതാണ്. റിസർവ് ബാങ്ക് ആക്ടും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നബാർഡിനെ കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു നബാർഡ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാണ്? നബാർഡ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാണ്? നബാർഡ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി, അല്ലെ? ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത്. നബാർഡിന്റെ പേര് പോലെ തന്നെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ആ പേര് പോലെ തന്നെയാണ് ഇതിന് പ്രവർത്തനം വരുന്നത്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായുള്ള, അല്ലെങ്കിൽ ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ആണ് ഏത്? നബാർഡ് എന്ന് പറയുന്നത്, അല്ലെ? ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ആണ് ഏത്? നബാർഡ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക, ബാക്കി പറയുന്ന പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ചു വെച്ചോണം. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്ക്, ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്ക് എന്ന് ചോദിച്ചാലും നബാർഡ് പറയണം. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്ക് എന്ന് ചോദിച്ചാലും നിങ്ങൾ ഏതാ പറയേണ്ടത്? നബാർഡ് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കിയേ, കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം. ചെറുകിട വ്യവസായം എന്ന് കേട്ട ഉടനെ നിങ്ങള് സിഡ്ബി ആണെന്ന്, ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കണ്ട, സിഡ്ബിയിൽ കണ്ട ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുക എന്നൊരു പോയിന്റ്. അപ്പൊ ഗ്രാമം എന്ന് കേട്ടോണ്ട് നിങ്ങൾ നബാർഡിന്റെ തലയ്ക്ക് കൊണ്ട് വെക്കരുത്. അതുപോലെ തന്നെ ഈ നബാർഡില് ചെറുകിട വ്യവസായം, കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അത് കണ്ടാലും നിങ്ങൾക്ക് സംശയം വരരുത്, മനസ്സിലായ? അതായത് കൃഷിക്ക്, കൈത്തൊഴിലുകൾക്ക്, ചെറുകിട വ്യവസായങ്ങൾക്ക് ധനസഹായം ആര് നൽകുന്നുണ്ട്? നബാർഡ് നൽകുന്നുണ്ട്, അല്ലെ? നബാർഡ് നൽകുന്നുണ്ട്, മനസ്സിലായ? ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ച്, ഈ പോയിന്റ്സ് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. ഈ 3 ബാങ്കുകളെ കുറിച്ചുള്ള പോയിന്റ്സ് മനസ്സിലാക്കിക്കോണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറ്റിയും തിരിച്ചൊക്കെ തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം ഇടാറുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പം ഇന്നലത്തെ നോട്ടൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തോണേ. നമ്മളിപ്പം ഡെയിലി ഇന്നലെ 2 മണിക്കൂർ നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പം രാവിലെ 1 മണിക്കൂറുണ്ട്, വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 1 മണിക്കൂർ ഉണ്ടാകും, ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ എപ്പോഴും ഉണ്ടാവും. അപ്പം കയറി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന പോയിന്റ്സ് ആയിരിക്കും. എന്നാലും റിവിഷൻ ആണ്. നമ്മളിപ്പോ ഇന്നലെ ഹിസ്റ്ററി കഴിഞ്ഞു, ജോഗ്രഫി കഴിഞ്ഞു. ഇന്നിപ്പം നമ്മൾ എക്കണോമിക്സിലോട്ട് പോയി, അടുത്ത നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകും. അങ്ങനെ നമുക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായ? സോ അപ്പൊ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് കവറായി വരും. അപ്പൊ അത് നിങ്ങൾ കൃത്യമായി റിവിഷൻ ചെയ്ത് പുറകെ വരിക. ഓക്കെ, ഇന്നലെ പഠിപ്പിച്ച സാധനം പറപ്പിച്ച് കളഞ്ഞിട്ട് കേട്ടാ. പിന്നെ നോട്ട് പരമാവധി എല്ലാവരും എഴുതി പോകാൻ ശ്രമിക്കുക കേട്ടോ. എക്സ്ട്രാ പോയിന്റിലൊക്കെ കിട്ടുന്നതൊക്കെ എഴുതി പോകാൻ നോക്കുക. ഓക്കെ, എന്താ നോട്ട് ഷെയർ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെടാ, നമുക്കിപ്പോ റിസർവ് ബാങ്ക് ആണ് വായ്പകളുടെ നിയന്ത്രകൻ, അല്ലേ? റിസർവ് ബാങ്ക് വായ്പകളുടെ നിയന്ത്രകനാണ്, അല്ലേ? വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ആണ്. അങ്ങനെ എന്തെങ്കിലും വിശേഷം നബാർഡിനുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശേഷം നബാർഡിനുണ്ടോ?
യെസ്, നിങ്ങൾക്ക് വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ RBI പറയുക. വായ്പകളുടെ നിയന്ത്രകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വായ്പകളുടെ നിയന്ത്രകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് RBI പറയുക. എന്നാൽ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് പറഞ്ഞാൽ അത് നബാർഡാണ്. വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്കും ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ നബാർഡുമാണ്. നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കുട്ടികളെ? അത് KV ഷാജിയാണ്. ഷാജിയാണ് നബാർഡിന്റെ നിലവിലെ ചെയർമാൻ. KV ഷാജിയാണ്. ഓക്കെ, ഇനി നബാർഡിന്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? നബാർഡിന്റെ കേരളത്തിലെ ആസ്ഥാനം അത് ട്രിവാൻഡ്രത്താണ്, അല്ലെ? തിരുവനന്തപുരത്താണ്. റിസർവ് ബാങ്കിന്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്കിൻ്റെത് റിസർവ് ബാങ്കും തിരുവനന്തപുരമാണ്. റിസർവ് ബാങ്കിന്റെയും കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് റിസർവ് ബാങ്കിന്റെയും കേരളത്തിലെ ആസ്ഥാനം വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ അത്രയും പോയിന്റ്സ് എല്ലാം സെറ്റ് ആണല്ലോ, എല്ലാം കിട്ടിയല്ലോ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ. 3 ബാങ്കും, എക്സിം ബാങ്ക് 82 ജനുവരി 1 മുംബൈ, സിഡ്ബി 1990 ഏപ്രിൽ 2 ലക്നൗ, നബാർഡ് ആക്ട് പ്രകാരം 1982 ജൂലൈ 12 മുംബൈ. ഓക്കെ, ക്ലിയർ ആണ്, സെറ്റ് ആണ്. എന്തെങ്കിലും പോഷൻ ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. ഓക്കെ, ശരി. പിള്ളേരെ നോക്കിക്കോ. പിന്നെ മുംബൈ ആസ്ഥാനമായി വരുന്നത് RBI, SBI, സെബി, നബാർഡ്, BCCI, LIC. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു IDBI ഉണ്ട്, പിന്നെ എക്സിം ബാങ്ക് ഉണ്ട്. അതെല്ലാം ആസ്ഥാനം വരുന്നത് എവിടെ തന്നെയാണ്? മുംബൈയിൽ തന്നെയാണ് ആസ്ഥാനം വരുന്നത്. സിഡ്ബിയുടെ ആസ്ഥാനം വരുന്നത് ലക്നൌവിലാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ്? ചോദ്യം ഇങ്ങനെയാണ്. കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതെന്നാണ് ചോദ്യം. കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവിയില് മഹാരത്ന ഉണ്ടോ? നവരത്ന ഉണ്ട്. മിനിരത്ന ഉണ്ട്. മേൽപ്പറഞ്ഞവയെല്ലാം അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതേ സെയിം ചോദ്യം പല പരീക്ഷകൾക്കും PS റിപ്പീറ്റ് ചെയ്യാറുണ്ട്. 10th ലെവൽ തൊട്ട് മുകളിലോട്ടുള്ള പല പരീക്ഷകൾക്കും ഈ ഒരു ചോദ്യം എന്ത് ചെയ്യാറുണ്ട്? റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതായത് ഈ കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവ് നോക്കിയിട്ട് അവർക്ക് എന്ത് നൽകും പിള്ളേരെ? അവർക്ക് ഈ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്ന ആ ഒരു പ്രത്യേക പദവിയാണ് നമ്മൾ മഹാരത്ന, നവരത്ന, മിനിരത്ന എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? ഇനി ഇതിൽ ഏറ്റവും താഴെ വരുന്നത് ഏതാണ് പിള്ളേരെ? മിനി രത്നയാണ് ഏറ്റവും താഴെ വരുന്നത്. ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ച് കേട്ടോണേ, കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഇതിൽ ഏറ്റവും താഴത്തത് മിനി രത്നയാണ്. ഏറ്റവും താഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് പിള്ളേരെ? മിനി രത്നയാണ്. മിനി രത്ന പദവി ലഭിക്കുന്നത് എങ്ങനെയെന്ന് കേട്ട് കഴിഞ്ഞാൽ അവസാന 3 വർഷം തുടർച്ചയായി ലാഭമുണ്ടാക്കണം. മനസ്സിലായ? അവസാന 3 വർഷം തുടർച്ചയായി ലാഭമുണ്ടാക്കണം. ഈ ലാഭം കൂട്ടുന്ന സമയത്തും ഈ തുടർച്ചയായി 3 വർഷം ലാഭം ഉണ്ടാക്കുക മാത്രമല്ല, ഈ ലാഭം കൂട്ടുന്ന സമയത്ത് 30 കോടിക്ക് മുകളിലാണ് ലാഭമെങ്കിൽ ആ സ്ഥാപനങ്ങൾക്കാണ് എന്ത് നൽകുന്നത്? മിനി രത്ന പദവി നൽകുന്നത്. മനസ്സിലായ? നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് നമുക്ക് NCERT പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. തുടർച്ചയായി 3 വർഷം എന്ത് ചെയ്യണം? തുടർച്ചയായി 3 വർഷം ലാഭം ഉണ്ടാക്കണം. ഈ ലാഭം കണക്കാക്കി നോക്കുമ്പോൾ 30 കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. ലാഭം കണക്കാക്കി നോക്കുമ്പോൾ എത്ര കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം കുട്ടികളെ? 30 കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായ? ആ സ്ഥാപനങ്ങൾക്ക് മിനി രത്ന പദവി ലഭിക്കും. ആ സ്ഥാപനങ്ങൾക്ക് എന്ത് ലഭിക്കും പിള്ളേരെ? മിനി രത്ന പദവി ലഭിക്കും. പിന്നെ കുറെയൊക്കെ സ്വതന്ത്ര അധികാരങ്ങൾ ആ സ്ഥാപനങ്ങൾക്ക് ലഭിക്കും ആ സമയത്ത്. കോളെടുത്തോ? പിന്നെ അതിനുശേഷം ഈ സ്ഥാപനങ്ങൾ മിനി രത്ന പദവി ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പിന്നെ ലഭിക്കുന്ന പദവിയാണ് ഏതെന്ന് പറയുന്നത്? നവരത്ന പദവി. അപ്പൊ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും.
മഹാരത്ന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറെ കൂടെ ലിബറൽ ആയിട്ട് ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് മഹാരത്ന പദവിയാണ്. ആ മഹാരത്ന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ലഭിക്കും കുട്ടികളെ? ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കുന്നു. അപ്പം മിനിരത്ന പദവി ലഭിക്കാനായിട്ട് 3 വർഷം തുടർച്ചയായി ലാഭം ഉണ്ടാക്കുകയും ആ ലാഭം കണക്കാക്കുമ്പോൾ 30 കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കുകയും വേണം. മിനിരത്ന പദവി ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പിന്നീട് എന്ത് ലഭിക്കുന്നു കുട്ടികളെ? നവരത്ന പദവിയും അതിനുശേഷം ഏറ്റവും ഉയർന്ന പദവിയായിട്ടുള്ള മഹാരത്ന പദവിയും ലഭിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങള് മഹാരത്ന പദവിയുള്ള സ്ഥാപനങ്ങളുടെ പേരാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഹാരത്ന പദവിയുള്ള സ്ഥാപനങ്ങൾ 14 എണ്ണം 2025 കണക്കുകൾ പ്രകാരം 14 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഏത് പദവിയുള്ളത്? മഹാരത്ന പദവിയുള്ളത്. ഈ പേര് നിങ്ങൾ പഠിച്ചിരിക്കുക. മഹാരത്ന പദവിയുള്ള സ്ഥാപനങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ചിരിക്കുക. ചോദ്യം വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഈ ഒരു വർക്കൗട്ടില് നമ്മൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾ കാണും. ഓക്കെ, ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് മഹാരത്ന പദവി ഉള്ളത് നമുക്ക് നോക്കാം. 14 സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ മഹാരത്ന പദവി ഉള്ളത്. ഓക്കെ, ഇത് നോക്കാം ഏതൊക്കെയാണ്. ഈ പേരുകൾ കാണാപ്പടം പഠിക്കേണ്ട നിങ്ങൾ, പക്ഷെ പേര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണം അതിന് മഹാരത്ന പദവി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ അല്ലേ? നോക്കിക്കോട്ടെ ഏതൊക്കെയാണ്. ഒന്നാമത്തത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് അല്ലേ? ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. രണ്ടാമത്തത് BPCL. BPCL ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെ? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് BPCL എന്ന് പറയുന്നത്. മൂന്നാമത്തത് കോൾ ഇന്ത്യ ലിമിറ്റഡ്. അതുപോലെ തന്നെ നാലാമത്തത് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. അഞ്ചാമത്തത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ആറാമത്തത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഏഴാമത്തത് NTPC ലിമിറ്റഡ്. വാട്ട് ഈസ് NTPC? കോൾ എടുത്തിട്ട് വാ. NTPC എന്താ? NTPC എന്താ? NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്നാണ് NTPCയുടെ പൂർണ്ണരൂപം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. കേട്ടോ, NTPCയുടെ പൂർണ്ണരൂപം എന്താണ് കുട്ടികളെ? നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്നതാണ് NTPCയുടെ പൂർണ്ണരൂപം. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്നതാണ് NTPCയുടെ പൂർണ്ണരൂപം. കേട്ടോ, ഓക്കെ. ഇനി അടുത്ത എട്ടാമത്തത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലേ? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് നമ്മൾ ONG എന്ന് പറയും. അതുപോലെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ. അടുത്ത പത്താമത്തത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇനി അടുത്ത 11ാമത്തത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. നിങ്ങൾ പഠിച്ചു കാണും സെയിൽ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ സെയിൽ അല്ലെ? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അല്ലെങ്കിൽ സെയിൽ. അവർക്ക് എന്തുണ്ട്? മഹാരത്ന പദവിയുണ്ട്, അതായത് ഏറ്റവും ഉയർന്ന പദവിയുണ്ട്. പിന്നെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. 13ാമത്തത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. 14ാമത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇത്രയും സ്ഥാപനങ്ങൾക്കാണ് 2025 കണക്കുകൾ പ്രകാരം എന്തുള്ളത്? മഹാരത്ന പദവി ഉള്ളത്. ഓക്കെ, ഇതിൽ നിങ്ങൾ നല്ലപോലെ കേട്ടിട്ടുള്ളത് BPCL നിങ്ങൾക്ക് BPCL നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. BPCL വലിയ പ്രശ്നമില്ല. പിന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡും നിങ്ങൾ കേട്ട് കാണും. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡും കേട്ടിട്ടുള്ളതായിരിക്കും. പിന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ ലിമിറ്റഡ്, അതുപോലെ NTPC ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അതുപോലെ ഈ ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ONGC അത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, പ്രശ്നമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ അല്ലേ? സെയിലൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ്. സെയിലൊക്കെ നിങ്ങൾ ഫെമിലിയർ ആണ്. അതുപോലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അതും നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. അപ്പം ഇപ്പൊ കുറേയൊക്കെ ഇതിലൊക്കെ ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് കുറേ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥാപനങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് പഠിക്കുക. അതായത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഏതുണ്ടാ? പിന്നെ ഇവിടെ പവർ ഫിനാൻസ് കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഈ 14 സ്ഥാപനങ്ങളുടെയും പേര് നിങ്ങൾ ഓർത്തിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാപ്പടം പഠിച്ചു വെക്കണമെന്നല്ല, ഓപ്ഷനിൽ കാണുന്ന സമയത്ത് ഇതിന് മഹാരത്ന പദവി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എഴുതാൻ പറ്റണം. മനസ്സിലായോ നിങ്ങൾക്ക്?
ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം വെച്ചിട്ട് നമുക്ക് നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, അതിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി, കൂടുതൽ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനം ചെയ്യാനുള്ള അധികാരങ്ങൾ നൽകുന്നതിനായിട്ട് ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവികൾ ഏതൊക്കെയെന്ന് കേട്ടാൽ അതിൽ മിനി രത്ന, നവരത്ന, മഹാരത്ന. അതിൽ ഏറ്റവും താഴെ വരുന്നത് മിനി രത്ന പദവിയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. 3 വർഷം തുടർച്ചയായിട്ട് ലാഭം ഉണ്ടാക്കുകയും ആ ലാഭം കണക്കാക്കുമ്പോൾ 30 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾക്കാണ് അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങൾക്കാണ് എന്ത് നൽകുന്നത് കുട്ടികളെ? മിനി രത്ന പദവി നൽകുന്നത്. മിനി രത്ന പദവി നൽകിയതിനു ശേഷം ആ പദവി അതിൽ നിന്ന് വീണ്ടും ലഭിക്കുന്ന നവരത്ന പദവിയും പിന്നെ ഏറ്റവും ഉയർന്ന പദവിയായിട്ടുള്ള മഹാരത്ന പദവിയും ലഭിക്കും. അപ്പൊ ഇതൊക്കെ ലഭിക്കുന്ന അനുസരിച്ച് ഇവർക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. മഹാരത്ന പദവിയാണ് ഏറ്റവും ഹയർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ മഹാരത്ന പദവിയുള്ള 14 സ്ഥാപനങ്ങൾ, 14 സ്ഥാപനങ്ങൾക്കാണ് മഹാരത്ന പദവികൾ നമ്മൾ മനസ്സിലാക്കുകയും അതിന്റെ പേരുകൾ നമ്മളൊന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. ഓർത്തിരിക്കുക, ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ. ഓക്കെ അല്ലേ?